ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വളരെ കുഞ്ഞു വ്ളോഗാണേ. ഒന്നുമല്ല, നമ്മുടെ മുഹമ്മദ് അംഗൻവാടിയിൽ നിർത്തി സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അംഗൻവാടി നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ടീച്ചറേയും അതുപോലെ തന്നെ അവിടുത്തെ ഹെൽപ്പറേയും ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസം ആൾക്ക് സുഖമില്ലായിരുന്നു കേട്ടോ. പനിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോവലുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇന്ന് നേരെ വെളുത്തപ്പോൾ തീരുമാനിച്ചു വന്ന് ഇന്ന് അംഗൻവാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാപ്പായും മോനും ഒക്കെ കൂടിയിട്ട് രാവിലെ തന്നെ എന്താണോ ഇന്ന് വണ്ടി കഴുകലാണ് കേട്ടോ. സാധാരണ അങ്ങനെ ഈ ഒരു പ്രക്രിയ കാണാറില്ല, വല്ലപ്പോഴും കിട്ടുന്ന ഒരു എന്താ പറയുക അവസരമാണിത്. അല്ലെങ്കിൽ എന്താ പറയുക കൊണ്ടുപോയി കൊടുക്കലാണ് കേട്ടോ. സാധാരണ വണ്ടി കഴുകാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കലാണ്. ഇന്നിപ്പോൾ ആൾ തന്നെ കഴുകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണുണ്ട്. അങ്ങനെ ഉപ്പച്ചിയും അതുപോലെ തന്നെ മുഹമ്മദും കൂടെയും കഴുകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞോളെ ചെരുപ്പൊക്കെ ഇടിച്ച് അവിടെ ഭദ്രമായിട്ട് കൊണ്ടുവന്ന് ഇരുത്തലുണ്ട്. പക്ഷെ ആൾ ഇരിക്കത്തൊന്നുമില്ല. ആൾ അവരുടെ ഒപ്പം തന്നെ നടക്കും. ആ ഒരു വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് ആൾ കൂടെ ഇങ്ങനെ നടക്കും. കുഞ്ഞോൾക്ക് 2 ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 പച്ച ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. വേറൊരു കൊച്ചിൻ്റെ ആയിരുന്നു, അത് ചെറുതായി കഴിഞ്ഞപ്പോൾ കുഞ്ഞോൾക്ക് കൊടുത്തതാണ് കേട്ടോ. അത് കാരണം വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കണേക്കെ. അപ്പോൾ ചേട്ടൻ ഇടിയിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞോളെ റെഡിയാക്കി ഇരുത്താനുള്ള ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ ഇക്കാക്കയുടെ സൈക്കിൾ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓസിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ചേട്ടൻ്റെയും സൈക്കിൾ കഴുകാൻ വേണ്ടിയിട്ട് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ അയാനും ഈ ടീച്ചറും അതുപോലെ തന്നെ ഈ ഒരു ഹെൽപ്പറും തന്നെയാണ് കേട്ടോ അംഗൻവാടിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്നേരം കൊറോണ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളെ വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു കേട്ടോ. അത് കാരണം പിന്നെ നമ്മൾക്ക് അങ്ങോട്ട് പോകേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മുഹമ്മദിന് അങ്ങനെയല്ല. അവന് 3 വയസ്സായപ്പോൾ നമ്മൾ അവിടെ അംഗൻവാടിയിൽ ചേർത്തു. എന്നിട്ട് 4.5 വയസ്സാവണ വരെ അംഗൻവാടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. കാരണം ജനുവരിയിലാണ് അവന് 3 വയസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൽ ചേർക്കണ സമയത്ത് അവന് 4.5 വയസ്സോളം ആയിട്ട്. അപ്പോൾ അത്രയും നാളും അവരാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ടാണെങ്കിലും ഒക്കെ പുറത്തേക്ക് പോകുന്നത് ആദ്യമായിട്ട് അംഗൻവാടി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും. അവിടെ ചെന്നതിന് ശേഷമാണ് അവർ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. ഭക്ഷണം തനിയെ വാരി കഴിക്കാനും അതുപോലെ തന്നെ കൈ കഴുകാനും, ഭക്ഷണത്തിന് മുന്നേ കൈ കഴുകാനും, ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴുകാനും, ബാത്റൂമിൽ പോകാനും, അവിടുത്തെ കാര്യങ്ങളൊക്കെ കാല് കഴുകുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ അടിത്തറ മുതൽ നമുക്ക് പഠിപ്പിച്ച് തന്നത് കൊടുക്കുന്നത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അംഗൻവാടിക്കാർക്ക് കൊടുക്കുന്നൊന്നുമില്ല. എന്നാൽ പോലും എന്തെങ്കിലും പിരിവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ പാരൻസിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊടുക്കാനായിട്ട്. അറിയാം, അത്യാവശ്യം എന്താ പറയുക, നമ്മളിപ്പോൾ 2-3 മക്കളെ വിട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അംഗൻവാടിയിലെ ടീച്ചർമാരാണെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഉമ്മച്ചിയും ഒരു അംഗൻവാടി ഹെൽപ്പർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരു 10 രൂപ പിരിവ് പറഞ്ഞാൽ പോലും കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ മറിച്ചിട്ട് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എത്ര രൂപ ഡൊണേഷൻ കൊടുക്കാനും ഫീസ് കൊടുക്കാനും എന്താവശ്യം പറഞ്ഞാലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. കാരണം അവിടെ പഠിപ്പിക്കണമെങ്കിൽ അവർ പറയും പോലെ നമ്മൾ ഫീസും കാര്യങ്ങളും അവർ പറയുന്ന ഫീസുകളെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊന്നും എന്താ പറയുക, ഗവൺമെൻറ്റിൻ്റെ ആണെന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ നമ്മളൊന്നും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ ശരിക്കും ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾ ആദ്യമായിട്ട് ചെല്ലണതും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ പഠിക്കണത് അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ പോരുമ്പോൾ ഒരു കുഞ്ഞ് സമ്മാനം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണം. ഇനിയാണെങ്കിൽ എന്താ പറയുക, അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ഒത്തിരി അമ്മമാരും ഉണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യണില്ല എന്നല്ല, നമ്മൾ എന്താ പറയുക, ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒത്തിരി ആൾക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ അംഗൻവാടിക്കൊക്കെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അംഗൻവാടിയിലേക്ക് ചെന്നിട്ട് നമ്മൾ 2 പേർക്കും ഡ്രസ്സാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഹെൽപ്പർക്ക് പർദ്ദ, അതുപോലെ തന്നെ ടീച്ചർക്ക് സാരിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സാരിയും പർദ്ദയും നമ്മൾ അടിവാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ ടൗൺ അല്ലെങ്കിൽ ചെറിയ സിറ്റി എന്നൊക്കെ പറയാം. ഒരുവിധമുള്ള എല്ലാ ഐറ്റം സാധനങ്ങളോടെ കിട്ടും. പക്ഷേ സാരി കിട്ടത്തില്ല എന്നുള്ളത് ഞാൻ ഇന്നാണ് അറിയണത്. കാരണം നമ്മളങ്ങനെ സാരി എടുക്കാനായിട്ടൊന്നും പോയിട്ടില്ലല്ലോ. സാരി എടുക്കാൻ ഒത്തിരി കടയിൽ കയറിയിട്ടോ. കാരണം ഒത്തിരി കളക്ഷൻസ് ഇല്ല, സാരി അത്ര പോകാറില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്തു. കാരണം അത്രയും കടയിൽ കയറിയിട്ട് ആകെ ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതങ്ങ് അവസാനം എടുത്തു കേട്ടോ. പിന്നെ പർദ്ദ നമുക്ക് മർഹബ എന്ന് പറഞ്ഞ കടയിൽ കയറിയപ്പോൾ തന്നെ കിട്ടി. നല്ല അടിപൊളി പർദ്ദ കിട്ടി. നമ്മുടെ കുഞ്ഞോട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥലവും അതുപോലെ തന്നെ എന്തെങ്കിലും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോണത്, അങ്ങനെ ഓടി നടക്കാനൊക്കെ ആയിട്ടും. അപ്പോൾ തന്നെ അവരോട് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് ടീച്ചർക്ക് സാരി ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ തുറന്നു നോക്കിയിട്ട് ടീച്ചർ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ.
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ പറഞ്ഞാൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി, മുഹമ്മദും ഹാപ്പിയായി, നമ്മുടെ കുഞ്ഞോളാണെങ്കിൽ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഓരോ അംഗൻവാടിയിലും വെൽഫെയർ കമ്മിറ്റി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കുറേ സഹകരണങ്ങളും അംഗൻവാടി നല്ല രീതിയിൽ പോകാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു അംഗൻവാടിയിൽ അങ്ങനെ ഒരു സഹകരണം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വരുന്ന സമയത്ത് വെൽഫെയർ കമ്മിറ്റി കൂടുമോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഉമ്മയുടെ അംഗൻവാടിയിലൊക്കെ വെൽഫെയർ കമ്മിറ്റി കൂടെ ഓരോ പരിപാടികളൊക്കെ വന്ന സമയത്ത് അവർ തീരുമാനിക്കും ഇന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മീറ്റിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെയാണ് ഓരോ പരിപാടികളൊക്കെ നടത്തുന്നത്. ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ ടീച്ചർ അവസാന നിമിഷമാകുമ്പോൾ ടീച്ചർ തന്നെ ടീച്ചറുടെ കയ്യിൽ നിന്ന് തന്നെ കാശെടുത്ത് എന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തും. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. വെൽഫെയർ കമ്മിറ്റിയൊക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് അംഗൻവാടികളൊക്കെ നല്ല രീതിയിൽ പോവുകയും ചെയ്യും കേട്ടോ. എല്ലായിടത്തും ഒരുപോലെയല്ല, പലയിടത്തും പല രീതിയിലൊക്കെയാണ്. ഏതായാലും നമ്മുടെ മുഹമ്മദ് ഹാപ്പി ആയിരുന്നു ഈ അംഗൻവാടിയിൽ വന്നതും. ടീച്ചറിനോടും അതുപോലെ തന്നെ ആ ഒരു പാത്തുത്താനോടും, ഹെൽപ്പർ പാത്തുത്ത എന്നാണ് വിളിക്കുന്നവൻ. അപ്പോൾ പാത്തുത്താനോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞോളെ അടുത്തതായിട്ട് നമുക്ക് വിടാം. ആ സമയത്ത് പക്ഷേ ടീച്ചർ ഉണ്ടാവില്ല, ടീച്ചർ അതിന് മുന്നേ റിട്ടയർഡായി പോവും. അപ്പോൾ അതൊരു സങ്കടമുണ്ട്. എന്തായാലും അപ്പോൾ ഇന്നത്തെ കൊച്ചു വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.